അസ്സലാമു അലൈക്കും. വൈറ്റ് ലൈറ്റ് ഡയറീസിലേക്ക് ഏവർക്കും സ്വാഗതം. പരീക്ഷണങ്ങൾ വിശ്വാസിയുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ്. വിശുദ്ധ ഖുർആൻ നമ്മോട് പറയുന്നത് ഭയം, വിശപ്പ്, ജീവധന നഷ്ടങ്ങൾ എന്നിവയിലൂടെ നാം നിങ്ങളെ പരീക്ഷിക്കുക തന്നെ ചെയ്യും എന്നാണ്. സൂറത്തുൽ ബഖറ 155. ഈ പരീക്ഷണഘട്ടങ്ങളിൽ നാം തളർന്നു പോകാതെ പിടിച്ചു നിൽക്കാൻ ഇസ്ലാം നൽകുന്ന ഏറ്റവും വലിയ ആയുധമാണ് പ്രാർത്ഥനയും ക്ഷമയും. പ്രാർത്ഥന എന്നാൽ ദുആ ആണ്. ദുആ എന്നാൽ ആരാധനയുടെ മജ്ജയാണെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. നാം അല്ലാഹുവോട് ചോദിക്കുമ്പോൾ നാം അവനെ അംഗീകരിക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾ എന്നോട് പ്രാർത്ഥിക്കൂ, ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാം എന്ന അല്ലാഹുവിൻ്റെ വാഗ്ദാനം ഓരോ വിശ്വാസിക്കും വലിയൊരു പ്രത്യാശയാണ്. എത്ര വലിയ തെറ്റ് ചെയ്തവനായാലും, എത്ര വലിയ പ്രതിസന്ധിയിൽ അകപ്പെട്ടവനായാലും അല്ലാഹുവിൻ്റെ കാരുണ്യത്തിൽ നിന്ന് നിരാശനാകരുത്. നമ്മുടെ ജീവിതത്തിലെ പ്രയാസങ്ങൾ ഓർത്ത് നാം സങ്കടപ്പെടുമ്പോൾ പ്രവാചകന്മാരുടെ ചരിത്രം ഒന്ന് ഓർത്തു നോക്കൂ. അയ്യൂബ് നബി, അല്ലാഹു അദ്ദേഹത്തെ അനുഗ്രഹിക്കട്ടെ, വർഷങ്ങളോളം രോഗാവസ്ഥയിൽ പരീക്ഷിക്കപ്പെട്ടു. യൂനുസ് നബി, അല്ലാഹു അദ്ദേഹത്തെ അനുഗ്രഹിക്കട്ടെ, മത്സ്യത്തിൻ്റെ വയറ്റിലെ ഇരുട്ടിൽ അകപ്പെട്ടു. സക്കരിയ നബി, അല്ലാഹു അദ്ദേഹത്തെ അനുഗ്രഹിക്കട്ടെ, വാർദ്ധക്യത്തിലും സന്താനങ്ങൾക്കായി പ്രാർത്ഥിച്ചു. ഇവരെയെല്ലാം ആ പ്രതിസന്ധികളിൽ നിന്ന് രക്ഷിച്ചത് അവരുടെ അടിയുറച്ച വിശ്വാസവും പ്രാർത്ഥനയുമാണ്. ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ എന്ന ആ ഒറ്റ പ്രാർത്ഥന മതി ഏത് ഇരുട്ടിൽ നിന്നും നമ്മെ മോചിപ്പിക്കാൻ. ചിലപ്പോൾ നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉടൻ ഉത്തരം ലഭിച്ചില്ലെന്ന് വരാം. എന്നാൽ ഒരു വിശ്വാസിയുടെ പ്രാർത്ഥനയും വെറുതെയാകില്ലെന്ന് പ്രവാചകൻ പഠിപ്പിക്കുന്നു. ഒന്നുകിൽ ചോദിച്ചത് ഈ ദുനിയാവിൽ നൽകും, അല്ലെങ്കിൽ അതിന് പകരമായി ഒരു വിപത്ത് തടയും, അതുമല്ലെങ്കിൽ അത് പരലോകത്തേക്ക് ഒരു പുണ്യമായി മാറ്റിവെക്കും. അതുകൊണ്ട് എൻ്റെ പ്രാർത്ഥന കേട്ടില്ല എന്ന് ഒരിക്കലും പറയരുത്. അല്ലാഹു നമുക്ക് ഏറ്റവും നല്ലത് മാത്രമേ നൽകുകയുള്ളൂ. പ്രിയപ്പെട്ടവരെ, പ്രതിസന്ധികളിൽ തളരാതെ പ്രാർത്ഥനയിൽ അഭയം തേടുക. അല്ലാഹുവിനോടുള്ള അടുപ്പം വർദ്ധിപ്പിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടെങ്കിൽ മറ്റുള്ളവരിലേക്കും എത്തിക്കുക. വൈറ്റ് ലൈറ്റ് ഡയറീസിൻ്റെ ഈ ആത്മീയ യാത്രയിൽ പങ്കുചേരാൻ സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഷാ അല്ലാഹ് മറ്റൊരു അധ്യായവുമായി വീണ്ടും കാണാം.